ഈ പൊന്നു മോൻ്റെ ഉപ്പയും ഉമ്മയും ഈ ഐസിയുടെ ഫ്രണ്ടിൽ വളരെ പ്രയാസകരമായി മോൻ്റെ ഒരു സംസാരം കേൾക്കാൻ വേണ്ടി നിൽക്കണേന്ന് വളരെ 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 വിഷമമേറിയ ഒരു കാഴ്ചയാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മുടെ പാലാരോട്ടം റിനേയ് ഹോസ്പിറ്റലാണ് നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കറുകപ്പള്ളി പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം രാത്രി ഒരു ആക്സിഡന്റ് നടന്ന കാര്യം. ആ പയ്യന് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഇവിടെ റിനേയ് മെഡിസിറ്റിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രയാസമാണ്. പൊന്നാനിക്കാരനാണ്. സാധാരണ പഠിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പയ്യനാണ്. രാത്രി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്ന സമയത്താണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. അവരുടെ വീട്ടുകാരെല്ലാവരും ഉണ്ട്. മുഹമ്മദ് ജാസിർ എന്നാണ് ആ കുട്ടിയുടെ പേര്. 18 വയസ്സുള്ളൂ. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. നമ്മുടെ മുഴുവൻ കറുകപ്പള്ളിയിലുള്ള മുഴുവൻ ആളുകളും, നമ്മുടെ എല്ലാ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഇത് ഏറ്റെടുക്കണം. വളരെ പ്രയാസകരമാണ്. അർജന്റ് എമർജൻസിയാണ്. ഒരു പൈസ പോലും ഇല്ലാത്തൊരു കുടുംബമാണ്. വളരെ സാധാരണ കുടുംബമാണ്. അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പൊന്നാനി സ്വദേശിയാണ് ഈ പയ്യൻ. അവരെ വാപ്പയുണ്ട്, അവരുടെ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളിവിടെ, ഞാനെൻ്റെ താഹയും എല്ലാവരും ഉണ്ട്. ഇത് വന്ന് കണ്ട് വളരെ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കിയതാണ്. ഒരു രീതി പോലും അവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്തൊരു സ്റ്റേജാണ്. നമ്മളെല്ലാവരും കൈ ഓർക്കണം. പ്രത്യേകിച്ച് കറുകപ്പള്ളിയിൽ നടന്നൊരു കാര്യമായതുകൊണ്ട് കറുകപ്പള്ളിക്കാർ മൊത്തം ഇതിനു വേണ്ടി, നമ്മുടെ മഹലിൽ ഉൾപ്പെടെ എല്ലാവരും ഇതിനു വേണ്ടി സഹായിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നതിന് തീർച്ചയായിട്ടും നമ്മൾ മുഴുവൻ ആളുകളെ ഏറ്റെടുത്ത ഈ പയ്യന്റെ ജീവിതം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നമ്മളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെയധികം വിഷമത്തിലാണ് ഞാനിത് വീഡിയോ ചെയ്തത്. കാരണം യാതൊരു നിവൃത്തിയിൽ ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ പൊന്നാനിയുടെ സ്ഥലം എൻ്റെ മകനോട് പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് എൻ്റെ മകനെ ജീവിതത്തിൽ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു.